ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഓഷനിൽ കറൻറ്റ്സ് ഉണ്ടാവുന്നത് എന്നാണ്. എന്താ ഈ കറൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സീ വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും ത്രൂ ഔട്ട് ദി ഇയർ. അപ്പം അതിനാണ് നമ്മൾ കറൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു 4 ബില്യൺ ഇയേഴ്സിന് മുന്നേ ആ സമയത്ത് ആ ഒരു ചൂടുണ്ടായിരുന്ന ഒരു ടൈം കഴിഞ്ഞിട്ട് നമ്മുടെ ആ വാട്ടർ വേപ്പറൊക്കെ കണ്ടൻസ് ആയിട്ട് മഴയായിട്ട് പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഭയങ്കര മഴ പെയ്ത് ടൊറൻഷ്യൽ റെയിൻഫോൾ ആയിരുന്നു. അപ്പോൾ എന്തുപറ്റി, നമ്മളുടെ ഏർത്തിൻ്റെ ക്രസ്റ്റിലുണ്ടായിരുന്ന ബേസിൻസിലൊക്കെ ഈ വെള്ളം വന്ന് വീണിത് നിറഞ്ഞു. അങ്ങനെ ഏകദേശം 3.8 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് ലോകത്തിലെ ആദ്യത്തെ ഫസ്റ്റ് ഓഷൻ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഈ ഓഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മെയിൻലി 3 ഫോഴ്സസ് കാരണമാണ് ഈ ഓഷൻ കറൻറ്റ്സ് ഉണ്ടായത്. ഓക്കെ, അപ്പം ഈ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വിൻഡ്. നമ്മുടെ വിൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഈ സൂര്യൻ്റെ ആ ഒരു ചൂട് കാരണം പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും സർഫസിൽ. അപ്പോൾ എന്ത് പറ്റും, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് എയർ മൂവ് ചെയ്യും. അപ്പോഴാണ് വിൻഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ മൂവ് ചെയ്ത കാറ്റ് എന്ത് പറ്റും, ഇത് വന്നിട്ട് ഈ വാട്ടർ ബേസിനിൽ വന്ന് ഈ വാട്ടറിനെ പുള്ള് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഫസ്റ്റ് കാര്യം. ഓക്കെ, ഇനി രണ്ടാമതെന്ന് വെച്ചാൽ ഡെൻസിറ്റി ഡിഫറൻസ് ഉണ്ടാവാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഹീറ്റ്, ചൂടും എന്നുവെച്ചാൽ ടെമ്പറേച്ചറും, പിന്നെ ഒരെണ്ണം ഉപ്പും, സോൾട്ടും. ഓക്കെ, ഇപ്പം ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാകുമ്പോൾ എന്ത് പറ്റും, ആ വാട്ടർ ലെസ് ഡെൻസറാവും. അപ്പം ലെസ് ഡെൻസറാകുമ്പോൾ എന്താ, ഇത് ആ മേളത്തെ സർഫസിലേക്ക് ഇങ്ങനെ സ്പ്രെഡായി കിടക്കും. ഓക്കെ, ഇപ്പം മെയിൻലി ചൂടാവുന്ന റീജിയൺ എവിടെയാണ്? ചൂടാവുന്ന റീജിയൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇക്വിറ്റോറിയൽ റീജിയനാണ്. അപ്പോൾ അവിടെ വാം ആയിട്ടുള്ള ഷാലോ കറൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക, ചൂടായിരിക്കും. അപ്പോൾ ഈ ചൂടുവെള്ളം എന്ത് പറ്റും, ഇവിടെ ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇത് പോൾസിലേക്കൊക്കെ ഇങ്ങനെ ഒഴുകി വരും. അതേസമയം പോളാർ റീജിയണിൽ എന്താണ്, തണുപ്പാണ്, കോൾഡാണ്. അപ്പോൾ അവിടെ കോൾഡ് ആകുമ്പോൾ എന്താണ്, നമുക്കറിയാം ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ എന്ത് പറ്റും, ഹെവി ആയിട്ടുള്ളത് ഉള്ളിലേക്ക് താഴേക്ക് പോകും, ഡീപ്പർ കറൻറ്റ്സ് ആയിട്ട് മാറിയിട്ട് ഇതെന്ത് പറ്റും, നമ്മുടെ ട്രോപ്പിക്കൽ റീജിയണിലേക്ക് മൂവ് ആവും. ഓക്കെ, അതേപോലെ ഇവിടെ കോൾഡും റീജിയൻ കുറച്ചുകൂടെ സോൾട്ടിയാണ്, അതാണ് ഡെൻസിറ്റി കൂടുതൽ. അപ്പോൾ ഇത് ഡീപ്പ് കറൻറ്റ്സ് ആയിട്ട് താഴേക്ക് പോവും. മറ്റേ ഇക്വേറ്റർ റീജിയണിൽ വാം ആയിട്ടുള്ള ഷാലോ കറൻറ്റ്സ് ആണ്, അത് മേളിലേക്ക് ഇങ്ങനെ സ്പ്രെഡായി വരും. ഓക്കെ, ഇതിനാണ് നമ്മൾ തെർമോഹാലൈൻ സർക്കുലേഷൻ എന്ന് വിളിക്കുക. ഇത് ത്രൂ ഔട്ട് നമ്മുടെ ഏർത്തിൻ്റെ ആ ഓഷ്യൻ റീജിയണിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നോക്കിക്കേ, ഇതെന്ത് പറ്റും, വാം ഷാലോ കറൻറ്റ്സ് മൂവ് ആവും, അതേ ടൈമിൽ കോൾഡ് സോൾട്ട് കറൻറ്റ്സ് ഡീപ്പായിട്ടുള്ള റീജിയണിൽ മൂവ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് കാരണം എന്ത് പറ്റും, നമുക്ക് ആ ഒരു ഗ്ലോബൽ ടെമ്പറേച്ചറിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പോളാർ റീജിയൻ ഭയങ്കര തണുപ്പായിരിക്കത്തുമില്ല, നമ്മുടെ ഇക്വിറ്റോറിയൽ റീജിയൻ ഭയങ്കര ചൂടായിരിക്കത്തുമില്ല. ബിക്കോസ് ഈ കറൻറ്റ്സ് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. തണുത്ത വെള്ളം ഇക്വേറ്റർ റീജിയണിലേക്ക് പോവും, അതേപോലെ ചൂടായിട്ടുള്ള വെള്ളം പോളാർ റീജിയണിലേക്കും വരും. ഓക്കെ, ഇതാണ് രണ്ടാമത്തേത്. ഡെൻസിറ്റി ഡിഫറൻസ് കാരണം എന്ത് പറ്റും, നമ്മുടെ കറൻറ്റ്സ് ഇങ്ങനെ മൂവ് ആവും. ഓക്കെ, ഇനി അടുത്തതാണ് കോറിയോളിസ് എഫക്റ്റ്. എന്താ, ഏർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പം അതനുസരിച്ച് നമ്മളൊരു പർട്ടിക്കുലർ പാർട്ടിക്കിളിനെ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എറിയുകയാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷനിൽ വരുന്ന മാറ്റമാണ് ഈ കോറിയോളിസ് എഫക്റ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ കോറിയോളിസ് എഫക്റ്റ് കാരണം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഗയർ ഫോം ആവും. ഗയർ എന്ന് വെച്ചാൽ ഒരു സർക്കുലേഷൻ. നോക്ക്, എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ ഓഷൻസ് ആണ്. അപ്പോൾ ഈ ഓഷൻസിൽ ഏർത്ത് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം നോർത്തേൺ ഡയറക്ഷനിലോട്ട് എന്ത് പറ്റും, ഇത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും ഇവിടുത്തെ കറൻറ്റ്സ്. ഓക്കെ, അതേപോലെ എന്ന് വെച്ചാൽ സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് പോകുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്കായിരിക്കും കറൻറ്റ്സ് മൂവ് ആവുക. അതേപോലെ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് വരുമ്പം നോർത്തേൺ ഹെമിസ്ഫിയറിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും റൈറ്റിലേക്കായിരിക്കും. അപ്പോൾ ഇതൊരു സർക്കുലാർ ഫോർമേഷൻ ആയിരിക്കും ഉണ്ടാക്കുക. അതേപോലെ നമ്മൾ സദേൺ ഹെമിസ്ഫിയറിൽ നോക്കുമ്പോൾ എന്താ പറ്റുന്നത്, ഏർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഒരു സാധനം ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അത് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവും. അതേപോലെ
എന്താ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് എവിടെ സദേൺ ഹെമിസ്ഫിയറിൽ പോവുകയാണെങ്കിൽ അതും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും, ഇവിടെ ഒരു സർക്കുലർ ഫോർമേഷൻ ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ ഒരു 5 മേജർ ഗയേഴ്സ് ആയിട്ടായിരിക്കും നമ്മുടെ ഈ കടൽ ഓഷൻസ് ഇങ്ങനെ ആ ഒരു ഓഷ്യൻ കറൻസ് ഫോം ആവുക. ഇവിടെ നോർത്തേൺ പെസിഫിക് ഗയറുണ്ട്, ഇവിടെ സദേൺ പെസിഫിക് ഗയറുണ്ട്, ഇവിടെ നോർത്തേൺ അറ്റ്ലാന്റിക്, സദേൺ അറ്റ്ലാന്റിക്, പിന്നെ ഇന്ത്യൻ ഓഷൻ. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ കാരണമാണ് ഓഷ്യൻ കറൻസ് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഫോമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബേസിക്കലി നമ്മുടെ ടെക്ടോണിക് പ്ലേറ്റ്സ് ഇങ്ങനെ ഷിഫ്റ്റ് ആയപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒറ്റയായിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്ലോ സെപ്പറേറ്റ് ആയിട്ട് ഓരോ സെപ്പറേറ്റ് ഗയേഴ്സ് ആയിട്ട് മാറി. ആ ഒരു റീജിയണൽ ആയിട്ടുള്ളൊരു വാട്ടർ സർക്കുലേഷൻ. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഓഷ്യൻ കറൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഗ്ലോബൽ ക്ലൈമറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ ബയോഡൈവേഴ്സിറ്റി ഹെൽപ്പ് ചെയ്യാനും മെറൈൻ ലൈഫിനെയൊക്കെ അതേപോലെ നിലനിർത്തി കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് ബേസിക്കലി ഈ ഒരു പാർട്ടിൽ പറഞ്ഞേക്കുന്നത്. താങ്ക് യു.